ഇസ്രായേലിനെതിരെ ടെഹ്റാന്റെ നേരിട്ടുള്ള അഭൂതപൂർവമായ ആക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ സായുധ സേനയെ പ്രശംസിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ. ഞായറാഴ്ച ഇറാനിയൻ സൈനിക കമാൻഡർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേലിനെതിരെ പോരാട്ടം നയിച്ച കമാൻഡർമാരെ ആയത്തുള്ള അലി ഖാംനഈ പ്രശംസിച്ചത്. മിക്ക മിസൈലുകളെയും ഡ്രോണുകളെയും സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇസ്രായേൽ വെടിവെച്ച് വീഴ്ത്തിയെങ്കിലും ആക്രമണം സയനിസ്റ്റുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. എത്ര മിസൈലുകൾ വിക്ഷേപിച്ചു, അവയിൽ എത്ര എണ്ണം ലക്ഷ്യത്തിലെത്തി എന്നത് പ്രാഥമിക ചോദ്യമല്ല. ആ ഓപ്പറേഷനിൽ ഇറാൻ ശക്തി പ്രകടിപ്പിച്ചു എന്താണ് യഥാർത്ഥത്തിൽ പ്രധാനമെന്നും ഖാംനഈ ചൂണ്ടിക്കാട്ടി. സൈന്യത്തിന്റെ തുടർച്ചയായുള്ള നവീകരണം പിന്തുടരാനും ശത്രുവിന്റെ തന്ത്രങ്ങൾ പഠിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്തിടെ നടത്തിയ ഓപ്പറേഷനിൽ സായുധ സേനയ്ക്ക് അവരുടെ ചെലവ് കുറയ്ക്കാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞെന്ന് ആയത്തുള്ള അലി ഖാംനഈ വിശദമാക്കി. സിറിയയിലെ ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഏപ്രിൽ 1 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 IRGC ജനറൽമാർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതിന് മറുപടിയായാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത്. ഇസ്ഫഹാനിലെ സെൻട്രൽ സിറ്റിയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തെ ആയത്തുള്ള അലി ഖാംനഈ പരാമർശിച്ചിട്ടില്ല. അതേസമയം തെക്കൻ റഫ നഗരത്തിൽ 16 കുട്ടികളും 6 സ്ത്രീകളും ഉൾപ്പെടെ 24 പേരുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിന് ശേഷം നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. സയനിസ്റ്റ് ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് 7 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം കണ്ടെത്തിയ കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ 210 മൃതദേഹങ്ങൾ സിവിൽ ഡിഫൻസ് ജീവനക്കാർ കണ്ടെടുത്തു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 34,097 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 76,980 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.